സ്കൂളൊക്കെ അടച്ചു. അപ്പോൾ നമുക്കിതാ ഇനി ഓണം വെക്കേഷനാണ്. അപ്പോൾ ഈ ഒരു 10 ദിവസം മക്കൾ എന്ത് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാക്സിമം ഈ ഒരു സമയത്ത് ചെയ്യുക. മാക്സിമം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും പുതിയ ശീലങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചു തുടങ്ങണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ടച്ച് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പഠിത്തത്തിനും കൂടെ മാറ്റി വെക്കാം. കാരണം സ്കൂൾ തുറന്ന് നമുക്ക് തിരിച്ചു പഠിത്തത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു മടുപ്പ് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സമയം പഠിക്കാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് സമയം ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, കൂടുതൽ നിങ്ങൾ എൻജോയ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് സമയം എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. മാത്സ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്തൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടാണോ മക്കളെ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടാവുക? അല്ല, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും തീർത്തിട്ടുണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ ഭാഗം നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവും. ആ മിസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലായല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആ മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങൾ, ഇനി അങ്ങനെ ഒരു മിസ്സായി പോയിട്ടുള്ള ഒരു ഭാഗം നമ്മളങ്ങനെ വെക്കരുത്. അപ്പോൾ എല്ലാം എന്ത് ചെയ്യുക, മാക്സിമം കവർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ എക്സാമിൻ്റെ ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരു ഓണം ഓഫർ ഉണ്ട്, ആ ഒരു ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം അതേ യൂട്ടിലൈസ് ചെയ്യുക, പാഴാക്കരുത്. അപ്പോൾ ഈ ഒരു ഷോർട്സ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് കൊടുക്കുക. അപ്പോൾ ഓണം വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. സോ ഹാപ്പി ഓണം.